ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പാർട്ടി കട്ടിട്ടില്ല. നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ കള്ളന്മാരാണ്. ആർക്കറിയാം അനിൽകുമാർ? നിങ്ങൾ എന്ത് ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ആളല്ലേ ജയിലിൽ കിടക്കുന്നത്? CPM നേതാക്കന്മാരെ ജയിലിൽ കിടക്കുന്നത് ഉൾപ്പെടെ എന്നിട്ട് പറയാം നിങ്ങൾ കള്ളന്മാരാണ്. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ. ആ കട്ടതിന്റെ മുതല് പറ്റുപറ്റിയ അതിഥികളിലേക്ക് പോകണം. അനിൽകുമാർ 30 സെക്കൻഡ്. സ്വർണം കട്ടത് തൂക്കിയല്ലോ നാഥ. സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ്, അയ്യപ്പ. നിങ്ങൾ കള്ളന്മാരാണ്. ശബരിമലയിലെ സ്വർണം കട്ട കാട്ടുകള്ളന്മാർ CPM-കാരാണ്. നിങ്ങൾ ന്യായീകരിക്കണ്ട. നല്ല ഈഗോ ഉണ്ടല്ലേ ആവശ്യത്തിന്. നല്ല രീതിയിലുള്ള അന്വേഷണമാണല്ലോ CMA സ്വർണ്ണക്കൊള്ളയിൽ നടക്കുന്നത് CM പറയുന്നത്. തൂക്കിയല്ലോ നാഥ. പിന്നെ പത്മകുമാർ ഇപ്പോഴും അറസ്റ്റിലാണ്. പുള്ളി ഇപ്പോഴും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. ശരിക്കും ഇത്തരം ഒരു കേസിൽ അങ്ങനെ ഒരാളെ തുടരാൻ അനുവദിക്കുന്നത് ഒരു സംശയം ഉണ്ടാക്കൂലേ ജനങ്ങൾ? CMA ഞാനതിൽ പറയേണ്ട ആളല്ല. ഈ മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ പറയേണ്ടത് ഉത്തരവല്ലത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നു. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്. രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. വക്കീൽ സാർ വ്യക്തമായിട്ടൊരു കൊനസ്റ്റ് പറ, സാറിന് മനസ്സിലാവും. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ശബരിനാഥനല്ല VD സതീശൻ വന്ന് മത്സരിച്ചാലും UDF ജയിക്കൂല. ഞാൻ ആ പാവത്തിനോട് മറുപടി പറയില്ല. കാരണം ആ AYF-കാര് പറഞ്ഞ തെറി കേട്ടിട്ട് പുള്ളിയുടെ ബോധം പോയിരിക്കുക. എന്റെ PM-ശ്രീയിൽ ഒപ്പിട്ട് പിണറായി വിജയനെ മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതു മുന്നണി അറിഞ്ഞില്ല, CPM-ന്റെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, അവിടുത്തെ പോളിംഗ് ബ്യൂറോ അതും അറിഞ്ഞില്ല. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഒരു കുഞ്ഞു അറിയാതെ കഴിഞ്ഞ മാസം 9-ാം തീയതി പോയി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ട്, 10-ാം തീയതി നരേന്ദ്രമോദിയും കണ്ട്, നേരെ 16-ാം തീയതി പോയി ഒപ്പിട്ടു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 22-ാം തീയതിയുടെ മന്ത്രിസഭയ്ക്ക് വരിക. അപ്പൊ മന്ത്രി K. രാജൻ CPIക്ക് വേണ്ടി ആഞ്ഞടിക്കുകയാണ് മന്ത്രിസഭയിൽ. ഒപ്പിടരുത്, ഒപ്പിട്ട് പോകരുത്. അപ്പൊ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്.